തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച ഇന്ന് ആരംഭിക്കും. ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ 9 സീറ്റിൽ കൂടുതൽ താല്പര്യപ്പെടേണ്ട എന്ന നിലപാടാണ് DMK എടുത്തിരിക്കുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മനീഷ് മൂർത്തി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. DMKയുടെ പ്രാഥമിക സീറ്റ് ചർച്ച, DMK സഖ്യത്തിന്റെ പ്രാഥമിക സീറ്റ് വിഭജന ചർച്ചയാണ് ഇന്ന് എന്തായാലും ആരംഭിക്കുന്നത്. പ്രാഥമികമായി തന്നെ നേരത്തെ തന്നെ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് 9 സീറ്റുകൾ കൂടുതൽ തങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 9 സീറ്റാണ് നൽകിയത്, എട്ടിലും വിജയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണ 9 സീറ്റ് കൂടുതൽ തങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. പക്ഷേ DMKക്ക് അകത്ത് നിന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ നൽകുന്നതിനെതിരെയൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി രാജാ കണ്ണപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന് സീറ്റ് നൽകുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും 9 സീറ്റുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള നിലപാടിൽ തന്നെയാണ് DMK. എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് DMKയുടെ ആസ്ഥാനമായിട്ടുള്ള അണ്ണാ അറിവാലയത്തിലാണ് യോഗം നടക്കുക. ഈ സീറ്റ് വിഭജന ചർച്ച എന്തായാലും നടക്കുക. TR ബാലു, അതായത് DMK നേരത്തെ തന്നെ 3 സമിതികൾ രൂപീകരിച്ചതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 3 സമിതികൾ രൂപീകരിച്ചത് TR ബാലു MP അധ്യക്ഷതയിലുള്ളതാണ്. ഈ സീറ്റ് വിഭജന ചർച്ചയ്ക്കായി രൂപീകരിച്ച സമിതി. ഈ സമിതിയാണ് എന്തായാലും കോൺഗ്രസുമായി ചർച്ച നടത്തുക. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിലാണ് എന്തായാലും കോൺഗ്രസ് സംഘം എത്തുക. മുതിർന്ന നേതാക്കൾ ആ സംഘത്തിലുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്തായാലും ചർച്ച നടക്കുക. പക്ഷേ DMK എന്തായാലും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. 9 സീറ്റുകളിൽ കൂടുതൽ എന്തായാലും നൽകാൻ സാധിക്കില്ല. കാരണം മറ്റ് കക്ഷികളുണ്ട്. കക്ഷികൾക്കെല്ലാം തന്നെ കഴിഞ്ഞ തവണ വീതം വെച്ച സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും ഇത്തവണയും ഉള്ള വീതം വെപ്പ് ഉണ്ടാവുക, സീറ്റ് വിഭജനം ഉണ്ടാവുക എന്ന് തന്നെയാണ് DMK പറയുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. മനീഷ് മൂർത്തി.